ശ്രീലത എന്ന് പറയുന്ന അധ്യാപകയാണ് ലാസ്റ്റ് അവനെ ടോർച്ചർ ചെയ്യുന്നതാണ് എൻ്റെ മോള് പറയണത്. അപ്പോൾ അവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം. ശ്രീലത പിന്നെ അത് കഴിഞ്ഞിട്ട് വാർഡൻ കമല് അയാളും കൂടെ ചേർന്നാണ് അവനെ സിക്ക് റൂമിൽ മാനസിക വിഭ്രാന്തിയുള്ള അവർ താമസിക്കുന്ന ആ റൂമിൽ അവനായിട്ട് അടച്ചത്. ഞങ്ങളതിനെ ചോദ്യം ചെയ്തിട്ട് അവർ യാതൊരു സൗണ്ട് വരണില്ല. 2 ദിവസം കൊണ്ട് സൗണ്ട് എല്ലാം പോയി. എന്റെ മോൻ പോയില്ല. അവർക്ക് ഇത്ര വാശി എന്തിനെന്നോ 1.5 മാസം റാഗിയത് റൂമിൽ അടച്ചിട്ട് ഇപ്പോഴത്തെ പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ചു. 1.5 മാസം വീട്ടിൽ ഇരുന്നിട്ട് പോയ പയ്യ എത്രയും മാർക്ക് അങ്ങനെ വായിക്കുന്നു. എന്താണ് അവര് ചോദ്യം? അങ്ങനെ എന്റെ മോനെ എല്ലാരും കൂടെ കൊന്നതല്ലേ? ഇത് നീതി, എന്ത് നീതി അവര് കൊടുക്കും? ഞാൻ അത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് വളർത്തി. ഞങ്ങളെ നോക്കാം. കഴിഞ്ഞ ദിവസം കണ്ണൂർ പോലീസ് പുതിയ കാര്യം പറയുന്നത്, അതായത് ഒരു ലോൺ ആപ്പ് നിങ്ങൾ എടുത്തിരുന്നു. ആ ലോണുമായിട്ട് ബന്ധപ്പെട്ട് മാനസിക സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നു പറയുന്നത്. അങ്ങനെ ഒരു ലോൺ ആപ്പുകൾ അവ എടുത്തിട്ട് അവ അടയ്ക്കും. കാരണം അത് നമ്മളെന്ന് പൈസ വാങ്ങിച്ചല്ലേ അടയ്ക്കുന്നത്. അങ്ങനെ എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും കോളേജിൽ ഞങ്ങളോട് പറയാമല്ലോ. രക്ഷകർത്താവ് ഞങ്ങളാണല്ലോ. പേരൻസിന്റെ കൂടെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ആ കാര്യം. അധ്യാപികയുടെ ഫോൺ നമ്പർ ഉപയോഗം ചെയ്തിരുന്നു. ലോൺ ആപ്പിൽ നിന്ന് നിരന്തര സന്ദേശവും ഭീഷണിയൊക്കെ അധ്യാപികയ്ക്ക് ഉണ്ടായെന്നും കൂടി പറയുന്നുണ്ട്. അങ്ങനെ ഒരു ലോൺ എടുത്തിട്ട് അത് അടയ്ക്കാതെ വീഴ്ച വന്നിട്ടുണ്ട്. അഥവാ അങ്ങനെ അധ്യാപികയ്ക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ എന്റെ നമ്പറുകളെല്ലാം അവരെല്ലാവരും കയ്യിലുണ്ടല്ലോ. മരിച്ചപ്പോഴും അവർ ഞങ്ങളെ വിളിച്ചല്ലോ. പിന്നെ അതിനു മുമ്പ് എന്ത് വിളിക്കാത്ത? അവനെ വിളിച്ച് ടോർച്ചർ ചെയ്തത്. നിങ്ങളെ മോന്റെ പേരിൽ ഒരു ആപ്പിന്റെ പേരിൽ എന്നെ നിരന്തരം ഭീഷണിപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞ് ഒരു കോൾ എനിക്ക് വന്നിട്ടില്ലല്ലോ. ഒരു കോൾ എന്റെ ഫോൺ ഇവിടെ ഇരിപ്പുണ്ട്. ഒന്നും ഡിലേറ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് നോക്കാം. പറഞ്ഞിരുന്നു. അമ്മ ആശുപത്രിയിൽ കിടന്നപ്പോ അതിന്റെ ആവശ്യത്തിനാണ് അവ എടുത്തത്. അവ അല്ലാത്ത പയ്യനല്ല. 1.5 മാസം SCT വട്ടപ്പാറ ആശുപത്രിയിലും മെഡിക്കൽ കോളേജായ എന്റെ ഭാര്യ ചികിത്സയിലായിരുന്നു. ആ സമയത്ത് പൈസയുടെ ആവശ്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ എടുത്തതാണ്. അല്ലാതെ പൈസ അടച്ചോണ്ടിരിക്കുകയുള്ളൂ. പക്ഷെ പൈസ എപ്പോഴും ഞങ്ങൾ ആശുപത്രിയിലാവുകൊണ്ടേ എനിക്കും അങ്ങനെ ജോലിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പൊ ഇടയ്ക്ക് മുടങ്ങിപ്പോയി. അത്രേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ ഉള്ളവരൊന്നും അല്ല. അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ അവർ എന്നോട് വിളിച്ച് പറയണ്ട. ഞാൻ അടയ്ക്കുള്ളൂ. എവിടെ നിന്ന് പറഞ്ഞായിരുന്നാലും എന്റെ മോന്റെ ജീവൻ ബലി കൊടുക്കൂലല്ലോ. ഇല്ല, ഒരു പഴുതും കൊടുക്കല്ലോ അവർക്ക്. എന്റെ ആ മൊബൈലിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഞാൻ ലോക്ക് മാറ്റിത്തരാം. ഒരു കോൾ എനിക്ക് വിളിച്ചിട്ടില്ല. അല്ലെ ഞാൻ രക്ഷകർത്താവല്ലേ, ഇത്രയും പഠിപ്പിച്ചില്ലേ. ഞാൻ 4-5 പ്രാവശ്യം അവിടെ പോയില്ലേ. എന്റെ കൂടെ ഒരു കോൾ വിളിച്ച് ഇങ്ങനെ ഒരു ലോഡ് ആപ്പുണ്ട്. ഇല്ല പറഞ്ഞിട്ടില്ല. അതിപ്പോഴാണ് അറിയണത്. എന്നോട് എന്റെ മക്കളോട് പറഞ്ഞിട്ടില്ല. ലോൺ എടുത്ത് അവൻ പറഞ്ഞു, അച്ഛൻ അമ്മയുടെ ആവശ്യത്തിന് ലോൺ എടുത്തെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞില്ല. കാരണം എനിക്ക് അപ്പോഴും സാമ്പത്തികം വേണം. എന്റെ മരുമക്കളൊക്കെ ഒരുപാട് ടെസ്റ്റിങ്ങുകളൊക്കെ അവർക്ക് നടത്തി ഒരുപാട് പൈസകളായി. അല്ല, എന്തെങ്കിലും ആവശ്യത്തിന് എന്നോട് പിന്നീട് ചോദിക്കുമ്പോൾ ഞാൻ പൈസ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കും. അങ്ങനെ ഇല്ല, ഒന്നും അറിയിച്ചിട്ടില്ല. ഇതെന്ന് പറഞ്ഞാൽ ഇത്രയും സെക്കൻഡായി എന്റെ മോന്റെ ബോഡി കൊണ്ട് അടക്കിയിട്ട് 2 ദിവസം, മരിച്ചിട്ട് 3 ദിവസം. ഈ സെക്കൻഡ് വരെ ആ കോളേജിൽ എന്റെ നമ്പറുകളെല്ലാം ഉണ്ട്. എന്റെ മരുമോന്റെ നമ്പറുണ്ട്, ഭാര്യയുടെ നമ്പറുണ്ട്. ഒരാള് സംസ്കാരം കഴിഞ്ഞോ അവനെ അടയ്ക്കുമോ, അച്ഛനും അമ്മയൊക്കെ എന്ത് ഒരു വാക്ക് വിളിച്ച് ചോദിച്ചിട്ടില്ല. ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്ത ആ കോളേജിന്റെ കൂടെ ഒരു വിദ്യാർത്ഥി അവര് എല്ലാ പഴുതുകളും അടച്ചു. കാരണം അവരെ മൊഴി കൊടുത്ത് അവരെ ഭാവി പോകും. കാരണം അതൊരു ട്രസ്റ്റ് അല്ലേ ആ കോളേജ്. ആ ട്രസ്റ്റ് അവരെ കൂട്ടും. അപ്പോൾ അവരെ അച്ഛനും അമ്മയും തന്നെ പറയും, മക്കളെ അവൻ പോയവൻ പോയി, നിങ്ങൾ ഒരു മൊഴിയും കൊടുക്കണ്ട. നിങ്ങളൊന്നും കണ്ടില്ല കേട്ടില്ല. അവൻ ചാടിച്ചെത്തത് അല്ല, അവനെ തള്ളിയിട്ട് വന്ന് അവൻ പോയി. നിങ്ങൾക്ക് ഡോക്ടറായി പുറത്ത് വരണം. അതുകൊണ്ട് ഒരു മൊഴിയും കൊടുക്കില്ലെന്ന് എന്റെ മോനെ ഞാൻ കഷ്ടപ്പെട്ടില്ല ഇവിടെങ്കിൽ. ഞാനും ചിലപ്പോൾ അങ്ങനെ പറയും, എങ്ങനെ നീ നിന്റെ കാര്യം നോക്ക്. പക്ഷെ നിയമവ്യവസ്ഥ അങ്ങനെയല്ലല്ലോ. ആരെങ്കിലും ഒരു കുട്ടിയെങ്കിലും തുറന്ന് പറയാനുള്ള മനസ്സാക്ഷിയെങ്കിലും ഈ അച്ഛൻ്റെ അമ്മേരോടെ അവര് കാണിക്കണം. എന്റെ മോൻ അങ്ങനെയല്ലേ. 1.5 മാസം ഇവിടുന്ന് പോയിട്ട് ഇരുട്ട് മുറിയുന്ന പോയിട്ട് പോലും അവൻ
പഠിച്ച് മുമ്പോട്ട് പോയില്ലേ. എന്നിട്ട് എൻ്റെ കൂടെ പറഞ്ഞു, അച്ഛാ കുഴപ്പമില്ല സാറേ കുഴപ്പമില്ല. അവർ പറഞ്ഞത് എന്തെന്നോ, അവൻ 1 വർഷം താഴേക്ക് നമ്മളെ താഴത്തെ റൂമിലാക്കും, കാരണം അവൻ ഇപ്പം പരീക്ഷയ്ക്ക് തോക്കും. അപ്പോഴെൻ്റെ മോൻ അവരോട് പറഞ്ഞു, ഇല്ല ഞാൻ തോക്കില്ല. അത് നിനക്ക് എങ്ങനെ പറ്റൂടാന്ന് വാർഡൻ കമൽ ചോദിച്ചു. നിനക്ക് എങ്ങനെ പറ്റും, അത്ര തലച്ചോറാ. അപ്പോൾ അതൊക്കെ ഞാൻ പഠിച്ചെടുക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. അതൊന്നും പഠിച്ചെടുക്കാൻ നിനക്ക് പറ്റൂല, നിനക്ക് താഴെ തന്നെ അടയ്ക്കും, നിനക്ക് ഈ ഹോസ്റ്റലും കിട്ടൂല, കാരണം ഇനി വീണ്ടും നീ 1 വർഷം. അപ്പോഴവൻ പറഞ്ഞില്ല, 5 വർഷം ഇവിടെ 5 വർഷത്തിൽ ഞാൻ ഡോക്ടറായി പുറത്ത് വരും, 6 വർഷം എടുക്കൂല. എനിക്കറിയാതെ എന്ത് ചെയ്യുന്നു. ഇതെല്ലാം അവരെ മാനസികമായി എല്ലാവരും കൂടെ താഴ്ത്തിയാണ്. കാരണം അവൻ മുൻപന്തിയിലെത്തുന്ന 15,000 ഈ കോളേജില് ഇപ്പോൾ ഒരു ദന്തൽ കിറ്റിനൊക്കെ എൻ്റെ ഇളയ മോളാണ് 35,000 രൂപ അടച്ചു കൊടുത്തത്. 35,000 രൂപ. ഇവനെ ഒരുപാട് ടോർച്ചർ ചെയ്തെന്നാണ് പറയുന്നത്. ഇവനെ ഒരുപാട് മാനസികമായി പീഡിപ്പിച്ചത്. ഒരു വാക്ക് ഞങ്ങളെ വിളിച്ച് പറയാത്തുണ്ട്. ഇതേപോലെ ലോണോ എന്തെങ്കിലും ഉണ്ട്, അത് അവന്റെ അമ്മയുടെ ആവശ്യത്തിനല്ലേ എടുത്ത്. അവൻ അങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥി ഒരു ബൈക്ക് കറങ്ങേ, ഒരു സിനിമ കാണാൻ പോവേ, ഒരു കൂട്ടുകാരോടെ കറങ്ങാൻ പോവേ, അങ്ങനെയുള്ള പയ്യനല്ല അവൻ അങ്ങനെ പൈസയുടെ ആവശ്യമില്ല. 20 രൂപ നമ്മൾ അയച്ചു കൊടുത്താൽ 10 രൂപ ആവശ്യമുള്ള തിരിച്ച് 10 രൂപ അയക്കണവനാണ് അവൻ. അപ്പോഴവൻ അതിന്റെ ആവശ്യമില്ല.